ബി.ജെ.പി കോർ കമ്മിറ്റിയിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നിലപാടിനെതിരെ വിമർശനം. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിലാണ് വിമർശനം ഉയർന്നത്. വികസനം മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ നേട്ടമുണ്ടാകില്ലെന്നും സംസ്ഥാന അധ്യക്ഷൻ രാഷ്ട്രീയം പറയാൻ തയ്യാറാകണമെന്നുമാണ് ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടിയത്. തൃശൂരിൽ നടന്ന യോഗത്തിൽ വി മുരളീധരനെയും കെ സുരേന്ദ്രനെയും പങ്കെടുപ്പിക്കാത്തതും കോർ കമ്മിറ്റിയിൽ ചർച്ചയായി. അൻഫ്ലിറ്റ് ഡിസൂസ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. അൻഫ്ലിറ്റ്, ഈ സംസ്ഥാന അധ്യക്ഷൻ വന്ന ആ സമയം മുതൽ വികസനവുമായി മുന്നോട്ട് പോവുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. ഇപ്പോൾ ആ വികസനമായി മാത്രം മുന്നോട്ട് പോയാൽ പോരാ എന്നുള്ള നിലപാടെടുക്കുകയാണ് മറ്റുള്ളവർ. എന്തൊക്കെയാണ് ഈ കോർ കമ്മിറ്റിയിലുണ്ടായ വിമർശനം? അതിന് രാജീവ് ചന്ദ്രശേഖർ നൽകുന്ന മറുപടി എന്താണ്? അഖില, പ്രധാനമായും 2 ദിവസം മുമ്പാണ് തൃശ്ശൂരിൽ ബി.ജെ.പിയുടെ നേതൃയോഗം നടന്നത്. ആ നേതൃയോഗത്തിൽ എല്ലാവരും തിരഞ്ഞത് വി മുരളീധരനും കെ സുരേന്ദ്രനും എവിടെയെന്നായിരുന്നു. കാരണം ഈ രണ്ടുപേരും പങ്കെടുക്കാതെ ഏറെക്കുറെ അതൊരു ഉന്നതതല ബോഡി, അതായത് ബി.ജെ.പിയുടെ ഉന്നതതല ബോഡി യോഗം എന്ന് പറയുന്നത് കോർ കമ്മിറ്റിയാണ്. ഏറെക്കുറെ കോർ കമ്മിറ്റിക്ക് സമാനമായ യോഗം തന്നെയായിരുന്നു തൃശ്ശൂരിൽ ചേർന്നത്. പക്ഷേ ആ യോഗത്തിലാണ് പ്രധാനപ്പെട്ട 2 നേതാക്കളുടെ ഒരു അസാന്നിധ്യം വലിയ രീതിയിൽ ചർച്ചയാവുകയും അത് വലിയ രീതിയിൽ വാർത്തയാവുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഈ 2 പേരെ, അതായത് വി മുരളീധരനെയും കെ സുരേന്ദ്രനെയും ആ യോഗത്തിൽ വിളിച്ചിരുന്നില്ല, ക്ഷണിച്ചിരുന്നില്ല എന്ന രീതിയിലായിരുന്നു റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നത്. ഈ 2 പേരെയും യോഗത്തിൽ പങ്കെടുപ്പിക്കാത്തതിനെതിരെ അന്ന് തന്നെ വിമർശനം ഉയരുന്നതായും വാർത്തകൾ വന്നു. പക്ഷേ അപ്പോഴൊക്കെ ആ വാർത്തകളൊക്കെ നിഷേധിച്ചായിരുന്നു നേതൃത്വം രംഗത്ത് വന്നത്. അതിന് പിന്നാലെയാണ് ഇന്ന് തിരുവനന്തപുരത്ത് രാവിലെ കോർ കമ്മിറ്റി യോഗം ചേർന്നിരുന്നു. ഈ കോർ കമ്മിറ്റിയിൽ യോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാ നേതാക്കളും അവിടെ പങ്കെടുത്തിരുന്നു. വി മുരളീധരനും കെ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രൻ, പി കെ കൃഷ്ണദാസ്, എം.ടി. രമേശ് അടക്കമുള്ള കുമ്മനം രാജശേഖരൻ അടക്കമുള്ള പ്രധാനപ്പെട്ട കോർ കമ്മിറ്റിയിൽ പങ്കെടുക്കുന്ന എല്ലാ നേതാക്കളും പങ്കെടുത്തിരുന്നു. വിശദമായ ചർച്ച നടന്നിരുന്നു. ചർച്ചയിൽ പ്രധാനമായ ഒരു അജണ്ട നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലായിരുന്നു യോഗം ചേർന്നിരുന്നത്. പക്ഷെ നിലമ്പൂരിൽ എന്തുകൊണ്ട് ഈ രീതിയിൽ ഒരു പ്രധാനമായി ഉന്നയിച്ചൊരു വിമർശനം എന്ന് പറയുന്നത് നിലമ്പൂരിൽ ഒരു 3ാം കക്ഷിയായി ബി.ജെ.പി ഉയർത്തിക്കാട്ടാനായി സാധിച്ചില്ല എന്നതാണ്. ബി.ജെ.പി സ്ഥാനാർത്ഥി നിർണയം തുടക്കത്തിൽ സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തേണ്ടതില്ല, മത്സരിപ്പിക്കേണ്ടതില്ല എന്നൊരു നിലപാട് സംസ്ഥാന അധ്യക്ഷൻ നടത്തിയപ്പോൾ തന്നെ അത് അത്ര കണ്ട് തന്നെ എല്ലാവർക്കും ഒരു സ്വീകാര്യമായൊരു തീരുമാനമായിരുന്നില്ല. പിന്നീടാണ് അതിനെതിരെ ചിലരൊക്കെ രഹസ്യമായും പരസ്യമായും ഒക്കെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ രംഗത്ത് വന്നു. അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ അത് കേരള കോൺഗ്രസിൽ ഉണ്ടായിരുന്ന ഒരു നേതാവിനെ തന്നെ അടർത്തി മാറ്റി ബി.ജെ.പി സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ ആ തീരുമാനത്തെ പോലും ഇന്ന് കോർ കമ്മിറ്റി ചേർന്നപ്പോൾ വിമർശിക്കുകയാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് കെ സുരേന്ദ്രനും വി മുരളീധരൻ അടക്കമുള്ള നേതാക്കളാണ് അങ്ങനെ ഒരു വിമർശനം ഉന്നയിച്ചത്. നിലമ്പൂരിൽ അങ്ങനെ കേരള കോൺഗ്രസിൽ നിന്ന് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ മറുഭാഗത്തു നിന്നൊരു നേതാവിനെ കൊണ്ടുവന്നപ്പോൾ അവിടെ സംഭവിച്ചത് ക്രൈസ്തവ വോട്ടുകൾ മാത്രമെന്ന ലക്ഷ്യത്തിലേക്ക് വരികയും അവിടെ ഒരു ഹൈന്ദവ വോട്ടുകളൊക്കെ ബി.ജെ.പിയിൽ നിന്ന് അടർന്നു പോവുകയും ചെയ്യുന്ന ഒരു തീരുമാനത്തിലേക്ക് അത് വഴിവെച്ചു എന്നൊരു വിമർശനം ഉയർന്നു. മാത്രവുമല്ല, അങ്ങനെ വന്നപ്പോൾ എന്താണോ ബി.ജെ.പി അവിടെ ലക്ഷ്യമിട്ടത് അത് നടക്കാതെ പോയി. ഇതിനൊക്കെ ഒരു ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് നേരെയായിരുന്നു നേതാക്കളൊക്കെ തന്നെ വിരൽ ചൂണ്ടിയത്. പ്രധാനമായും ഈ രാജീവ് ചന്ദ്രശേഖർ ചുമതല ഏറ്റപ്പോൾ മുതൽ അദ്ദേഹം വികസനത്തിനപ്പുറത്തേക്ക് രാഷ്ട്രീയം ഒന്നും തന്നെ പറയാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ എങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ ബി.ജെ.പിക്ക് എങ്ങനെ ഇവിടെ കളം പിടിക്കാനാകുമെന്നൊരു ചോദ്യമാണ് നേതാക്കൾ ഉയർത്തിയത്. വികസനത്തിനപ്പുറത്തേക്ക് രാഷ്ട്രീയം പറയണം. രാഷ്ട്രീയം പറഞ്ഞാൽ മാത്രമേ നമ്മൾ എന്താണോ ലക്ഷ്യമിടുന്നത് ആ ലക്ഷ്യത്തിലേക്ക് പോകാൻ സാധ്യമാവുകയുള്ളൂ എന്ന രീതിയിലുള്ള വലിയ വിമർശനമാണ് ഈ നേതാക്കളൊക്കെ തന്നെയും സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർക്കെതിരെ ഉയർത്തിയത്. മാത്രമല്ല, രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റപ്പോൾ ഇവിടെ ആദ്യമേ ഉണ്ടായിരുന്ന വലിയ രീതിയിൽ ഉണ്ടായിരുന്ന ആരോപണം എന്ന് പറയുന്നത് സംസ്ഥാന നേതാക്കൾ തന്നെ പരസ്പരം പോരടിക്കുന്നു, 2 വിഭാഗീയങ്ങൾ അല്ലെങ്കിൽ 2 പക്ഷങ്ങളായി ചേർന്ന് തന്നെ പോരടിക്കുന്നു എന്ന രീതിയിൽ ശക്തമായ വിമർശനം ഉയർന്നൊരു സാഹചര്യത്തിലാണ് ആ ആക്ഷേപം മറികടക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ദേശീയ നേതൃത്വത്തിൻ്റെ താല്പര്യപ്രകാരം ദേശീയ നേതൃത്വത്തിൻ്റെ നോമിനിയായി രാജീവ് ചന്ദ്രശേഖർ ഇവിടെ എത്തിയത്. പക്ഷേ അതിനുശേഷം കാണുന്ന കാഴ്ച രാജീവ് ചന്ദ്രശേഖർ ആ രീതിയിൽ എത്രത്തോളം അത് ഫലവത്തായി അദ്ദേഹത്തിന് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. അദ്ദേഹം ഇപ്പോൾ മറ്റൊരു പക്ഷത്തിൻ്റെ വക്താവായി പ്രവർത്തിക്കുന്നു, ആ രീതിയിൽ അദ്ദേഹം പെരുമാറുന്നു എന്ന രീതിയിൽ മറുവിഭാഗം ഉന്നയിച്ചു. അതിന് തെളിവായി അവർ പറയുന്നത് 2 ദിവസം മുമ്പ് തൃശ്ശൂരിൽ നടന്ന യോഗത്തിൽ നിന്ന് ഇവരെ ഒഴിവാക്കി, ഇവരെ ക്ഷണിച്ചിരുന്നില്ല എന്നതും വലിയ രീതിയിൽ തന്നെ ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്ന കോർ കമ്മിറ്റി ചർച്ചയാവുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ അതിന് ഏറ്റവും വലിയ എടുത്തു പറയേണ്ട ഒരു വിഷയം, ഇതിനുശേഷം ഈ വാർത്താ സമ്മേളനം നടത്തുന്നു. അപ്പോൾ കെ സുരേന്ദ്രനെ ചേർത്ത് നിർത്തിയാണ് വാർത്താ സമ്മേളനം സംസ്ഥാന അധ്യക്ഷൻ നടത്തിയത്. വലിയ രീതിയിൽ അപ്പോഴേക്കും തന്നെ ഈ വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. എന്നാൽ തർക്കങ്ങളൊന്നുമില്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടി ഈ രീതിയിൽ വാർത്താ സമ്മേളനമൊക്കെ നടത്തിയെങ്കിലും കെ സുരേന്ദ്രനോട് തൃശ്ശൂരിലെ യോഗത്തിൽ എന്തുകൊണ്ട് പങ്കെടുത്തില്ല എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി, അത് സംസ്ഥാന അധ്യക്ഷൻ വേണ്ടപ്പെട്ടവർ അതിന് കൃത്യമായി പ്രതികരിച്ചല്ലോ എന്നൊരു മറുപടിയാണ് അദ്ദേഹം നൽകുന്നത്. അപ്പോഴും അദ്ദേഹം അത് നിഷേധിക്കാൻ തയ്യാറായില്ല.
അല്ലെങ്കിൽ തന്നെ ക്ഷണിച്ചില്ലെന്നോ അതിലെന്തുകൊണ്ട് താൻ പങ്കെടുത്തില്ലെന്നോ ഒരു പരിക്കുകളില്ലാതെ ഒരു മറുപടി പറയാൻ കെ സുരേന്ദ്രൻ പരസ്യമായി തയ്യാറായില്ല എന്നതും എടുത്തു പറയേണ്ടതാണ്. അതേസമയം രാജീവ് ചന്ദ്രശേഖർ ഇതിനോട് പ്രതികരിച്ചത് എല്ലാവരും എല്ലാ യോഗത്തിലും പങ്കെടുക്കേണ്ടതില്ല എന്നൊരു വിശദീകരണമാണ് രാജീവ് ചന്ദ്രശേഖരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതൊക്കെ തന്നെ ഈ നേതാക്കൾക്കിടയിൽ ഇപ്പോൾ ഒരു പോര് ശക്തമാകുന്നു. നേരത്തെ എന്താണോ രാജീവ് ചന്ദ്രശേഖർ ഉണ്ടാകുന്നതിന് മുമ്പ് സ്ഥാനമേൽക്കുന്നതിന് മുമ്പ് സംസ്ഥാന BJP-യിൽ ഉണ്ടായിരുന്നത് അതിൻ്റെ അതേ ബാക്കി പത്രം തന്നെയാണ് ഇപ്പോഴും സംഭവിക്കുന്നു എന്നതാണ് ഇപ്പോഴുണ്ടായ സംഭവ വികാസങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അഖില.